ദൈവത്തോട് കൂടെ ജീവിച്ചിരുന്ന മനുഷ്യൻ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ ഉണ്ടാക്കുവാനിടയായി. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടാക്കിയ മനുഷ്യൻ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തോടുകൂടെ വസിക്കുവാൻ വേണ്ടി, ദൈവത്തിന്റെ ചിന്തയിൽ ജീവിക്കുവാൻ വേണ്ടി ദൈവമുണ്ടാക്കിയ മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തെ അനുസരിക്കേണ്ടവണ്ണം അനുസരിക്കാൻ കഴിയാതെ തന്റെ കൽപ്പനയെ, താൻ ദൈവം കൊടുത്ത കൽപ്പനയെ ലംഘിക്കുവാനിടയായി. അനുസരിക്കേണ്ട കാര്യം അനുസരിക്കാതെ നാം ദൈവത്തെ അനുസരിക്കുവാൻ വേണ്ടിയാണ്, അംഗീകരിച്ച് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. ദൈവത്തിന് വേണ്ടി ഉണ്ടാക്കിയ മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാതെ, ദൈവത്തിന്റെ ചിന്തയ്ക്ക് വിധേയപ്പെടാതെ, പാപമെന്ന അശുദ്ധിയിലൂടെ മനുഷ്യൻ ലോകത്തിൽ പട്ടുപോകുവാനിടയായി, കാണാതെ പോകുവാനിടയായി. കാണാതെ പോയ മനുഷ്യനെ തിരഞ്ഞു ലക്ഷിപ്പാൻ, അല്ലെങ്കിൽ കണ്ടെത്തുവാൻ അവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി അകന്നുപോയ മനുഷ്യനെ വീണ്ടും ദൈവത്തിന്റെ രാജ്യത്തിൽ ആ ശ്രേഷ്ഠ പദവിയിലേക്ക് വീണ്ടും അടുപ്പിക്കേണ്ടതിന് ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി ദൈവ ഇഷ്ടത്തെ പൂർത്തീകരിച്ചവനാണ് ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു. ഈ വഴിയോരത്തു നിന്ന് ഈ സുവിശേഷം വിളിച്ചു പറയുന്നതിന്റെ കാതലായ മർമ്മം, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മരിക്കുവാൻ വേണ്ടിയല്ല. ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന വീട് കിട്ടാത്തതോ, ശരീരത്തിന് രോഗം മാറാത്തതോ ഒന്നല്ല. ലോകത്തിൽ വലിയവനാകാൻ കഴിയുന്നില്ല, ലോകത്തിൽ പലതും നേടിയെടുക്കാൻ കഴിയുന്ന ഇതൊന്നും അല്ലെന്നേ. ഇന്ന് മനുഷ്യന്റെ ഏറ്റവും വലിയ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ മരണമാണ്. ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും മരിക്കും. എന്തുകൊണ്ട് മരണം സംഭവിച്ചു? ഞാൻ മരണം കൊണ്ട് അവസാനിക്കുവാൻ വേണ്ടിയാണോ ഈ മണ്ണിലേക്ക് ഞാൻ ജനിച്ചു വീഴുന്നത്? മരിക്കുമെന്നറിഞ്ഞിട്ടും മരണത്തിന് വില കൊടുക്കാതെ, മരണത്തിന്റെ ആ ആധികാരികമായ അവസ്ഥയെ തിരിച്ചറിയാൻ കഴിയാതെ, മരിച്ചവൻ മരിച്ചു, അവനെ എടുത്തു കുഴിച്ചിടുന്നു, അടുത്ത പണിക്ക് പോകുക. പ്രിയ കുഞ്ഞെ, നിനക്കറിയത്തില്ല, നാളെ നീ ഈ സാഹചര്യത്തിനകത്തോടെ പോകേണ്ട ഒരു വ്യക്തിയാ.
മരിച്ച ഒരു വ്യക്തിയെ 3 ദിവസവും 4 ദിവസവും വീസലിൽ വെച്ചിട്ട് എന്റെ മിത്രാദികൾ, ചർച്ചക്കാർ, ചുറ്റുപാടുമുള്ളവരൊക്കെ വന്ന് കണ്ട് നല്ല മനുഷ്യനാണ്, കുഴപ്പമില്ല എന്നൊക്കെ ഉയർത്തി പറഞ്ഞിട്ട് എന്ത് ചെയ്യും? പിന്നെ വച്ചിരിക്കും? ഇല്ല. ആ മനുഷ്യന്റെ പേരിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇനി ആ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ജീവനില്ല. ഇനി ആ മനുഷ്യൻ പ്രവർത്തിക്കില്ല. മണ്ണിൽ നിന്ന് വന്നവൻ തിരിച്ച് മണ്ണിലേക്ക് കുഴിച്ചിടുകയാണ്. പക്ഷെ മറന്നു പോകരുതേ, മണ്ണിലേക്ക് കുഴിച്ചിടുന്നത് മനുഷ്യനെയല്ല, മനുഷ്യന്റെ ശരീരത്തെയാണ്, മനുഷ്യന്റെ ഉടുപ്പിനെയാണ്. അപ്പൊ മനുഷ്യൻ എന്തിയെ? ആ ശരീരത്തിനകത്തിരുന്ന മനുഷ്യ, നീ എവിടെ പോയി? മനുഷ്യൻ നിത്യം ജീവിക്കേണ്ടത് എവിടെയാണ്? മനുഷ്യൻ നിത്യം ജീവിക്കുന്ന ഒരിടമല്ല ഭൂമി. മനുഷ്യൻ നിത്യം ജീവിക്കേണ്ടതിന് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന 2 സ്ഥലമുണ്ട് കുഞ്ഞേ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന സത്യവേദ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ, ദൈവത്തിന്റെ ആത്മാവിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: മനുഷ്യന് 2 സ്ഥലം. 1, ദൈവത്തോട് കൂടെ വസിക്കുക. 2, ദൈവത്തെ വിട്ട് ജീവിക്കുന്നവനെ നിത്യമായ നരകത്തിലേക്ക് ദൈവം അവനെ വലിച്ചെറിയുവാനിടയാകും. നാം ഇന്ന് ജീവിക്കുന്നത് സമയത്തിലാണ്. സമയത്തിൽ ഇന്ന സമയം, ഇത്രാം തീയതി, ഇന്ന ദിവസം നാം ജനിക്കുവാനിടയായി. ഇന്ന സമയം, ഇത്രാം തീയതി, ഇന്ന ദിവസം നാം മരിച്ചു. സമയമാണ്. മരണത്തിനപ്പുറം സമയമല്ല, നിത്യത തുടങ്ങുകയാണ്. ആ നിത്യതയിൽ നീ ആർക്കൊപ്പം ജീവിക്കും? ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു യേശുവിന്റെ രാജ്യം, ദൈവത്തിന്റെ രാജ്യം. മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, പ്രതിസന്ധിയില്ലാത്ത, ദുഷ്ടനില്ലാത്ത, പാപമില്ലാത്ത, അശുദ്ധിയില്ലാത്ത, നീതി വാഴുന്ന, സ്നേഹം വാഴുന്ന, സ്വർഗാദി സ്വർഗത്തിൽ അധിവസിക്കുന്ന ദൈവത്തോട് കൂടെ ജീവിക്കുമോ? അതോ പാപത്തിന്റെ അധികാരിക്ക് വേണ്ടി, അധർമ്മത്തിന്റെ അധികാരിക്ക് വേണ്ടി മനുഷ്യനെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന, മനുഷ്യന്റെ ജീവിതത്തെ വിലയില്ലാതായി കണ്ട് മനുഷ്യനെ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ദുഷ്ടനും പിശാചുമായിരിക്കുന്ന, അവന് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന നിത്യമായ നരകത്തിൽ പിശാചിനോടൊപ്പമാണോ നീ ജീവിക്കുന്നത്? പ്രിയ കുഞ്ഞേ, നാം ആരെയാണ് അനുസരിക്കുന്നത് അവർക്കൊപ്പമായിരിക്കും നമ്മുടെ ജീവിതം. നാം ദൈവത്തെ അനുസരിച്ചാൽ നാം ദൈവത്തോടു കൂടെ ജീവിക്കും. നാം പിശാചിനെ അനുസരിച്ചാൽ നാം പിശാചിനോടുകൂടെ അവന്റെ നിത്യമായ നരകത്തിൽ കിടക്കുവാനിടയാകും. അനുസരിക്കുക. വേദപുസ്തകം പറയുന്നു ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടമുണ്ട്. എന്താ ദൈവത്തിന്റെ ഇഷ്ടം? ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ മനുഷ്യനായിരിക്കുന്ന നീ ദൈവപുത്രനായി തീരണം. എന്റെ വാക്കുകൾ കേൾക്കുന്ന ഓരോ മനുഷ്യനും മനുഷ്യപുത്രനാണ്, മനുഷ്യനാണ്. മനുഷ്യന് ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. എന്നാൽ ഭൂമിയിൽ നീ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ നീ വീണ്ടും ജനിക്കണം.
പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിനകത്ത് കയറി വരികയല്ല. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ ഇഷ്ടത്തിൽ നീ ജനിക്കണം. വേദപുസ്തകം പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? യേശുവിനെ നീ കൈക്കൊള്ളണം. യേശു മുഖാന്തരമല്ലാതെ നിനക്ക് ആ രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല കുഞ്ഞെ. ദൈവം വച്ചിരിക്കുന്ന വഴി യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവാകുന്ന വഴിയിലൂടെ, ആ യേശുക്രിസ്തുവാകുന്ന രക്ഷകനിലൂടെ നാം വീണ്ടും ജനിക്കുവാനിടയാകണം. എവിടെ ജനിക്കുന്നു? ക്രിസ്തു മുഖാന്തരം നാം ദൈവരാജ്യത്തിൽ വീണ്ടും ജനിക്കുന്നു. യേശുക്രിസ്തു മുഖാന്തരം നീ വീണ്ടും ജനിക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്തു നിന്നും പാപം നീങ്ങി, മരണം നീങ്ങി, പാപത്തിന്റെ അധികാരി നിന്നെ വിട്ടു മാറുവാനിടയാകുന്നു. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. എന്ന പിശാചിന്റെ മോഹം എന്താണ്? നമ്മെ അധർമ്മത്തിൽ നിന്നും അധർമ്മത്തിലേക്ക് കൊണ്ടുപോകണം. നാം മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന നിത്യമായ മരണത്തിൽ നമ്മെ പൂട്ടണം. ദൈവത്തിന് വേണ്ടി ഉണ്ടാക്കിയ ആ ദൈവിക സ്ഥാനം, പദവി മനുഷ്യനിൽ നിന്ന് പറിച്ചു മാറ്റി ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി ജീവിക്കേണ്ട മനുഷ്യനെ അശുദ്ധി എന്ന പാപമെന്ന മോഹത്തിൽ ദൈവത്തിൽ നിന്നും അകറ്റുവാനിടയാകുന്നു. പ്രിയ കുഞ്ഞെ, ഒരു പുതിയ ജീവിതം ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. ആ നിത്യമായ ജീവിതം, മരണമില്ലാത്ത നിത്യമായ ദൈവത്തിന്റെ രാജ്യത്തിൽ നീ ശ്രേഷ്ഠനായി തീരുവാൻ. ദേശമേ കേൾക്കുക, മരണം കൊണ്ട് തീരുന്ന ബന്ധങ്ങളെ ഈ ലോകത്തുള്ളൂ. നമുക്ക് ലഭിച്ച ബന്ധം മുഴുവനും ശരീരം കൊണ്ട് അവസാനിക്കും. എന്നാൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ബന്ധമാണ് സ്വർഗീയ ബന്ധം. ആ സ്വർഗത്തിലെ ബന്ധം സ്ഥാപിക്കുവാൻ ഏക വഴി, ഏക മാർഗം യേശുക്രിസ്തുവാകുന്നു.